ഷിഗല്ല ആശങ്കയിലാണ് സംസ്ഥാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയോളം ആളുകൾക്കാണ് ഡോക്ടർ, ശരിക്കും എന്താണ് ഈ ഷിഗല്ല വൈറസ്? ഷിഗല്ല ഒരു വൈറസ് അല്ല, ഇതൊരു തരം ബാക്ടീരിയ ആണ്. ഷിഗല്ല ഡിസെൻട്രി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കൂടുതലായിട്ട് അസുഖം ഉണ്ടാക്കുന്നത്. വയറിളക്കത്തിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണമാണ് ഷിഗല്ല ബാക്ടീരിയ. പ്രത്യേകിച്ച് വൃത്തിയില്ലാത്ത സ്ഥലം, കുട്ടികളിൽ പ്രതിരോധ ശേഷി ഇല്ലായ്മ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ആണ് ഷിഗല്ല എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാവുന്നത്. സാധാരണ ഈ ബാക്ടീരിയ കുടലിനെയാണ് ബാധിക്കുന്നത്. എന്നാൽ ലേറ്റർ സ്റ്റേജിൽ ഇത് മറ്റ് അവയവത്തിനെയും ബാധിക്കാൻ തുടങ്ങും. അപ്പോ എങ്ങനെ ഇത് പകരുന്നത്? രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിലൂടെയാണ് ഈ ബാക്ടീരിയ പുറത്തു വരുന്നത്. ഈ രോഗിയുമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ ഇത് മറ്റൊരാൾക്ക് പകരും. ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും. അതേപോലെ തന്നെ കുടിവെള്ളം, ഭക്ഷണം മലിനമാവുന്ന സാഹചര്യത്തിലും ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ രോഗലക്ഷണങ്ങൾ എപ്പോ മുതലാണ് കാണിക്കാൻ തുടങ്ങാം? ഇത് നമ്മൾ വയറ്റിൽ ചെന്നാൽ 3 to 4 ഡേയ്സിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഫസ്റ്റ് ചെറിയ പനി, ഓക്കാനം, ഭക്ഷണം വേണ്ടായ്മ, ഛർദി ഉണ്ടാവും. പിന്നെ വെള്ളം പോലെ പോകുന്ന വയറിളക്കം ഉണ്ടാവും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ ഉണ്ടാവും. ലേറ്റസ്റ്റ് സ്റ്റേജിൽ മലത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയും കാണാം. അപ്പൊ ഇത് മറ്റൊരാൾക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ശുചിത്വം പാലിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൈ വൃത്തിക്ക് കഴുകുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയുള്ള സ്ഥലത്താ എന്ന് ഉറപ്പുവരുത്തുക. ലൈക്ക് ഹോട്ടൽ അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് വൃത്തിയുള്ള സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളുടെ ഡയപ്പർ ചേഞ്ച് ചെയ്തതിന് ശേഷം കൈ വൃത്തിക്ക് കഴുകുക. അതേപോലെ തന്നെ അത് കറക്റ്റായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. ഇതിന് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും അവൈലബിൾ ആണോ? ഇതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയ ഉടനെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക.